ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. ഇന്ന് നമുക്ക് കോവയ്ക്ക വെച്ചിട്ട് അടിപൊളി തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കൂടെ കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാ തോരനും വെക്കുന്നതിൽ അരി ചേർക്കുക, അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് അരി ഒരു ടീസ്പൂൺ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി, അപ്പോൾ കരിഞ്ഞു പോവില്ല. അപ്പോൾ നമുക്കിത് ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. സവോള നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിത് ഏകദേശം ഒരു 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ നടുക്കൊന്ന് ചെറുതായിട്ടൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോവയ്ക്ക കൊണ്ട് തന്നെ ഈ തേങ്ങ ഫുള്ളൊന്ന് മൂടി വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കുന്ന പോലെ വെച്ചിട്ടൊന്ന് നല്ലപോലെ ആവിയിൽ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ടൊന്ന് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കൊന്നും കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്, പക്ഷെ ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. നമുക്ക് ആ കോവയ്ക്ക അരിയുന്ന ഒരു സമയം മാത്രമേ എക്സ്ട്രാ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പം എൻ്റെ ചാനലും എൻ്റെ അവതരണ രീതിയും എൻ്റെ കുക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.